തിരുവനന്തപുരത്ത് യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നഗരസഭയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോർപ്പറേഷന് മുന്നിൽ മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. പോലീസ് ഇപ്പോൾ രണ്ടാം തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. പ്രവർത്തകർ ആദ്യം എത്തുമ്പോൾ മുതൽ തന്നെ ബാരിക്കേഡ് തകർത്ത് ഉള്ളിലകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ബാരിക്കേഡ് വലിച്ചിളക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഇപ്പോൾ പോലീസ് അതിന്റെ പേരിൽ രണ്ടാമത്തെ ജലപീരങ്കിയാണ് ഉപയോഗിച്ച് വരുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. എന്നാൽ ഒരു വശത്ത് ഈ പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ ഒരു ഭാഗം ഇളക്കി തകർക്കുന്ന ഒരു സാഹചര്യം, ഇളക്കി തകർത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് അധികം ജലപീരങ്കി നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാധ്യമപ്രവർത്തകർക്ക് അടക്കം ജലപീരങ്കിയിൽ നിന്ന് വെള്ളം അടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് പുരോഗമിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നു. ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് പുരോഗമിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു.
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നിലവിൽ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ളത്. ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ട സാഹചര്യമുണ്ടായത്. പ്രവർത്തകർക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും ഈ ഒരു ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായി. മാലിന്യ നീക്കം ചെയ്യാത്തത് നഗരസഭയുടെ അനാസ്ഥയെന്നാരോപിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. വലിയ രീതിയിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, കനത്ത രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിലവിൽ പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്നും നീക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ പ്രദേശത്ത് ഉള്ളത്. ഈ കോർപ്പറേഷനിലുള്ളിലേക്ക് വനിതാ പ്രവർത്തകരടക്കം മതിൽ ചാടി കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോലീസ് കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഇപ്പോൾ ഈ കോർപ്പറേഷന്റെ കോമ്പൗണ്ടിനുള്ളിൽ പരിസരത്തുള്ളിലാണ് ഇവർ കടന്നു കയറിയിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിഷേധം പുറത്തും നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇപ്പോൾ ബാരിക്കേഡ് തകർക്കുന്ന ഒരു സാഹചര്യം. ബാരിക്കേഡ് അകത്ത് കിടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ അതേസമയം ഇതിന്റെ വശത്തുള്ള മതിൽ ചാടിയാണ്, മതിലിന്റെ വേലി അടക്കം ചാടിക്കടന്നാണ് ഈ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് കടന്നത്. വനിതാ പ്രവർത്തകരെ അടക്കം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ്. 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതും വലിയ ഒരു പ്രതിഷേധത്തിനൊടുവിൽ ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ ബാരിക്കേഡുകൾ തകർത്ത് അകത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടഞ്ഞിട്ടും പ്രവർത്തകർ പിന്മാറിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുശേഷമാണ് ഈ പ്രവർത്തകർ അതിനിടയിലൂടെ അതിനൊരു ഭാഗത്തൂടെയാണ് ചാടിക്കടന്നത്. ഈ മതിൽ ചാടി അകത്തേക്ക് കടന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പോലീസ് അവരെ വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അത്തരത്തിലുള്ള സാഹചര്യമാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്ന് വേണം എടുത്തു പറയാൻ. ഈ ബാരിക്കേഡിന്റെ മറുഭാഗത്തു നിന്നും പ്രതിഷേധക്കാർ ഇപ്പോഴും വീണ്ടും ശ്രമിക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തുടരുന്നത്. ജോയിയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധക്കാർ നഗരസഭാ വളപ്പിലേക്ക് ഇരച്ചുകയറി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുക